ഹായ് ഹലോ നമസ്കാരം. സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വെഞ്ഞാറമൂടുള്ള സതീജ ചേച്ചിയുടെ വീട്ടിന് ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചേച്ചി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടനൊരു മുട്ടം പണി കൊടുക്കണമെന്ന്. പിന്നെന്താ, ചേച്ചിയുടെ ആഗ്രഹമല്ലേ, അത് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് സൂര്യ കോമഡി തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് എപ്പിസോഡ് അങ്ങ് തുടങ്ങിയാലോ. ഇവിടെ എല്ലാവരും റെഡിയാണ്, നമുക്ക് അകത്തോട്ട് പോകാം. Once again, welcome to my choice പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. നമ്മുടെ സതീഷ് ചേച്ചി നമ്മോടൊപ്പം ഉണ്ട്. നമ്മോടൊപ്പം അല്ല, അവരുടെ കൂടെ ഞാനുണ്ട് എന്ന് വേണം പറയാൻ. ചേച്ചി നമസ്കാരം. ചേച്ചി ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ കാര്യമായിട്ടൊന്നും അതെനിക്ക് തോന്നി, ഈ വീട്ടിലിരിക്കുന്ന ഒരു കോസ്റ്റ്യൂമിൽ ഏതോ ഒരുത്തം കയറി വരും, ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി ഇവൻ ഏതാടാന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ചെറുതായിട്ട് സൂചിപ്പിച്ച് നന്നായി, ഇല്ലെങ്കിൽ എന്റെ തടി കേടായത്. ശരി, അപ്പൊ ചേച്ചി തന്നെ ഫാമിലിയെ കുറിച്ചും ചേട്ടനെ കുറിച്ചും ഒരു ചെറിയൊരു ഇൻട്രോ നമുക്ക് തന്നാലും. ചേട്ടൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്നത് സന്തോഷം എന്നാണ് എല്ലാവരും വിളിക്കുന്നതും അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അവരെ കൊച്ചിലെ സന്തോഷം എന്ന് വിളിച്ച് എല്ലാവർക്കും സന്തോഷം എന്ന് അറിയുള്ളൂ. ഒഫീഷ്യൽ നെയിം സന്തോഷം. ഒഫീഷ്യൽ നെയിമാണ് ശിവപ്രസാദ്. പിന്നെ 2 മക്കളാണ്. മൂത്തയാൾ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു, ഇളയാൾ ഇനി 8ാം ക്ലാസ്സിലോട്ട്. പിന്നെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്, അമ്മയെ നോക്കാനൊരു ആൻറ്റിയുണ്ട്, പിന്നെ എൻ്റെ വളർത്തമ്മയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു വലിയ ഫാമിലിയാണ്. വലിയ ഫാമിലിയിൽ ഞാനും കൊച്ചു കൊച്ചു അംഗങ്ങളെ കണ്ടായിരുന്നു. ഒരു പട്ടിക്കുട്ടി, 3 പൂച്ചക്കുട്ടി, അതൊക്കെ ഇവിടെ വളർത്തുന്നതാണോ? അതെ. ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഒരു പൂച്ചക്കുട്ടിയല്ല, ഒത്തിരി പേരുണ്ട്. നമ്മളെല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. 10-22 പൂച്ചകളുണ്ട്. 22 പൂച്ചകളാ? വളർത്തുന്നതല്ല, ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകും. വേറെ അങ്ങോട്ട് പോകില്ല. ഞങ്ങളുടെ താഴെ കുറച്ച് പരേഡുണ്ട്, അപ്പൊ അവിടെയൊക്കെ ചെന്ന് കിടന്ന് അവരവിടെ സെറ്റിലാണ്. ആർക്കാണ് അതിനോട് താല്പര്യം? ചേട്ടനാണോ ചേച്ചിക്കാണോ? ചേട്ടനാണ്. രാവിലെ 100 രൂപയ്ക്ക് ചാളമീനും വാങ്ങിച്ചിട്ട് വന്ന് കാത്തു കിട്ടി. അവര് ഗേറ്റിന്റെ അവിടെ ഒരു പടയുണ്ട്, ഒരു 10-20 പേര് വന്ന് എന്നെ കാത്തു നിൽക്കും. ഞാൻ മീൻ കൊണ്ടുവന്ന് എന്റെ കൂടെ ഇനി വരും. ചേച്ചിക്ക് ഇപ്പൊ പരാതി ഉണ്ട്, ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ 10 രൂപ മുടക്കൂലേ, കണ്ടില്ലേ പൂച്ചയ്ക്ക് വേണ്ടി 100 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞോണ്ട്. കുട്ടിക്കാലത്തെ അവരുടെ ഫാമിലിയിലും ഇങ്ങനെ ഇതുപോലെ ഈ മൃഗങ്ങളെ ഭയങ്കര സ്നേഹമുള്ള ഫാമിലിയായിരുന്നു. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്? എനിക്ക് പച്ചക്കറി കച്ചവടമാണ്. ഹോൾസെയിലായിട്ട് എവിടെന്നെങ്കിലും എടുത്തിട്ട് കൊണ്ടുവന്ന് അതെങ്ങനെയാണ്? എനിക്ക് ഒരു അനിയനും എൻ്റെ ഒരു അങ്കിളും ഉണ്ട്. അവർ രണ്ടുപേരും ഹോൾസെയിൽ വലിയ മലയാളികാരാണ്. അവർ സാധനം വരുത്തുമ്പോൾ നമ്മ കൂടെ കണക്കാക്കി വരുത്തി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറച്ച് വരുത്തും. ഇവിടെ നമ്മൾ ഒരുപാട് ഷീൽഡും കാര്യങ്ങളൊക്കെ കണ്ടു, അവനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വരുമ്പോൾ ഉണ്ടാവുമെന്ന്. ഇവിടെ ഇല്ല. എവിടെ പോയേക്കാണ് മോള്? ആള് ഇവിടെ ഇല്ല. ആള് ഒരു ഖത്തറിൽ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിലാണ്. നാളെയോ മറ്റന്നാളോ തിരിച്ചെത്തും. ഫുൾ ഷോ ആയിട്ട് ബിസിയാണ്. ഫുൾ ബിസി അല്ല, പഠിത്തം ആണ് മെയിൻ. എന്നാലും ഇതിനിടയിൽ അവളുടെ കാര്യങ്ങളും കൂടെ നടക്കണമല്ലോ. കാരണം അവൾക്ക് സംഗീതമാണ് അവളുടെ എല്ലാം. അവളെ ഒരു വീഴ്ചയിൽ നിന്ന് ഉണർത്തിയതും എണിപ്പിച്ചതും എല്ലാം സംഗീതമാണ്. അപ്പോൾ അത് വിടാൻ എന്തായാലും ആള് തയ്യാറല്ല. അതുകൊണ്ട് അവള് മ്യൂസിക്കാണ് എടുത്തേക്കുന്നത്. ഡിഗ്രി സൗദി ഇരുന്നാൾ കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പം 3ാം വർഷമാണ്. വീഴ്ചയിൽ എന്ന് പറയുമ്പോൾ ആള് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആളിനൊരു ക്യാൻസർ. അവൾക്ക് അതാണ് ഇഷ്ടം, ക്യാൻസർ എന്ന് പറയുന്നതാണ് അവൾക്ക് ഇഷ്ടം. അവൾക്ക് വേറെ അസുഖങ്ങളെന്ന് പറയണമെന്ന് നമുക്ക് ഇഷ്ടമല്ല. ക്യാൻസർ വന്നു. ഏകദേശം ഒരു 5 വർഷക്കാലം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് ആ ക്യാൻസർ ആയിരുന്ന സമയത്ത് തന്നെ അവൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. അതാണ് ഈ കാണുന്നതെല്ലാം അവളുടെ നേട്ടങ്ങളാണ്. ഒരു മോളും കൂടെ ഉണ്ട്, ആത്മവേദ. ഇപ്പൊ 8ാം ക്ലാസ്സിലാണ്. ഇന്നിപ്പോ USSന്റെ റിസൾട്ട് വന്ന് ആൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. 74 മാർക്കുണ്ട്. ആള് നന്നായിട്ട് പാടും, നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് വരും. എല്ലാം ആള് എല്ലാത്തിലും ഇങ്ങനെ എന്താന്ന് അച്ഛൻ തന്നെ പറയണം, എന്നാലും ചെയ്യുള്ളൂ. ശരി, അപ്പൊ ചേച്ചിയിലേക്ക് വരാം. ചേച്ചിയുടെ പ്രൊഫഷൻ എന്താണ്? ഇപ്പോഴും തൽക്കാലം വീട്ടുകാരുടെയും മക്കളെയൊക്കെ കാര്യം നോക്കി അങ്ങനെ ഇരിക്കുന്നു. അത്യാവശ്യം മോളുടെ കൂടെ പ്രോഗ്രാമിനൊക്കെ പോകും. മുമ്പ് ടീച്ചറായിരുന്നു. ഹിന്ദിയാണ് സബ്ജക്ട്. ഹിന്ദി? അമ്മ ഹിന്ദി ടീച്ചറായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. അമ്മ പഠിപ്പിച്ച കുട്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഹിന്ദി BEd ആണ്. അവര് അപ്പൊ അമ്മ ആലോചിച്ച് കൊണ്ടുവന്നൊരു കല്യാണമാണോ ഇത്? അല്ല, ഞാൻ ഹിന്ദിയിലോട്ട് തിരിയാൻ കാരണം തന്നെ എവളാണ്.
ഞാനിങ്ങനെ അങ്ങനെ അങ്ങനെ ഹിന്ദി പഠിച്ചതാണ്. ഇവൾക്ക് വേണ്ടി ഹിന്ദി പഠിച്ചതാണ്. ഹിന്ദി പഠിച്ച് ഹിന്ദി വീടെടുത്തു. ഒരു 2 സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. പിന്നെ ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടമായിട്ട് നടക്കണോണ്ട് രണ്ടും കൂടെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. എന്നാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് എനിക്ക് അതുക്കും മേലെയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം പോയിട്ട് തുടങ്ങിയത്? പൂവിടാൻ വേണ്ടിയൊന്നുമില്ല. രാവിലെ ഒരു ദിവസം ഇങ്ങനെ റോഡിൽ യാദൃശ്യമായിട്ട് കണ്ടു. അല്ല, ബന്ധുക്കളാണ്, അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്, സംസ്കാരം എന്ന് പറഞ്ഞ്. ഞങ്ങൾ എപ്പോഴും അവിടെയാണ്. ഇന്നത്തെ കണക്കൊന്നുമല്ല, അന്നെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. രാവിലെ 6 മണിയാകുമ്പോൾ തുടങ്ങും ക്രിക്കറ്റ് കളി, ക്യാരം ബോർഡ് കളി, ചെസ് കളി. അപ്പൊ ഇവരുടെ വീട്ടിന്റെ മുമ്പെയാണ്. അപ്പൊ വെള്ളം കുടിക്കാനൊക്കെ പോണതും ഇവളെ വീട്ടിലാണ് പോകുന്നത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ വെള്ളം എടുത്തോണ്ട് തന്നത് ഇവളാണ്. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ പതുക്കെ എന്താ പഠിക്കണേ? ഹിന്ദി. പിന്നെ ഹിന്ദിയിലോട്ട് തിരിഞ്ഞാൽ നോക്കിയപ്പോൾ ഇവളെ അമ്മ ഹിന്ദി, അവളെ അച്ഛൻ ഹിന്ദി, ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഹിന്ദി പഠിപ്പിക്കും. എന്തായാലും അവനെ കൊണ്ട് പാട്ട് പാടിക്കണം എന്നൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, എങ്ങനെയെങ്കിലും അവനിക്ക് ഈ ഒരു കലാവാസന കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തായ് വഴിയായിട്ട് ഇങ്ങനെ വന്നതായിരിക്കും. ഡെഫിനറ്റ്ലി, തീർച്ചയായും. എവിടെ ആരാണ് ഇതിൽ പാട്ട് പാടാൻ പാടുന്നത്? മിടുക്കൻ ഞാനാണ്, പക്ഷെ ഞാനിപ്പോ പാടുന്നില്ല. കിട്ടിയിരിക്കുന്നത് എവളിൽ നിന്നാണ്, സജിയിൽ നിന്നാണ്. കാരണം എവള് കുട്ടിക്കാലം മുതലേ തന്നെ പാട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചേച്ചി തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പാട്ട് പാടാൻ ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും ചേച്ചി. അപ്പോ ഞാൻ ഒത്തിരി വർഷമായി പാടിയിട്ട്, എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അടുക്കളയിലും അവിടെയൊക്കെ നിൽക്കുമ്പോ ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുന്നതേ ഉള്ളൂ. അതെല്ലാ പാട്ടുകാരും പറയണത്. പിച്ച് നന്നായിട്ട് പാടും ചേച്ചി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങളിൽ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. അടിപൊളി, സൂപ്പർ, നന്നായിട്ട്. ചേട്ടൻ പറഞ്ഞത് എന്തായാലും വെറുതെ അല്ല. സന്തോഷമായോ? പിന്നെ വളരെ സന്തോഷം. ചേട്ടൻ ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷിപ്പിക്കാൻ വേണ്ടി വേറൊരു സർപ്രൈസ് ഞങ്ങൾ പൊളിക്കാൻ പോകും. പിന്നെ ചേച്ചി, ഞങ്ങൾ എന്തിനാ വന്നത്? ചേട്ടൻ ഒരു പണി തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതാണ് സത്യാവസ്ഥ. 10-20 വർഷം കൊണ്ട് തന്നോണ്ടിരിക്കുകയാണല്ലോ. സർപ്രൈസ് പണിയുടെ ആവശ്യമില്ല. കണത്തിലായിരിക്കും. ഇരിക്കട്ടെ. കാരണം ചേച്ചി ഫോണിലൂടെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളുടെ ഒരു പണി കൊടുക്കണം, നിങ്ങളൊന്ന് വരൂ, ഇത് ചാനലിൽ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ മൊത്തം കാണിക്കണം, എന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുള്ള എന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പണി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല എന്താണെന്നുള്ളത്. അത് ചേച്ചി തന്നെ പറയും. പണി എന്താണെന്ന് ഞാൻ പറയാവേ. ഇദ്ദേഹത്തിന് ഒരു ടാസ്ക് കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴത്തേനും അത്യാവശ്യം അടുക്കള പണിയെല്ലാം അറിയാം. വീട് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ അറിയാം, തുണി കഴുകാൻ അറിയാം, പറമ്പ് കളയ്ക്കാൻ അറിയാം, അങ്ങനെയുള്ള എല്ലാ പണിയും അറിയാം. ആളൊരു നല്ല വോളിബോൾ പ്ലെയറും ഷട്ടിൽ പ്ലെയറും ഒക്കെയാണ്. അപ്പം അങ്ങനെ ആ വഴി നോക്കാനില്ല. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴും നമ്മൾ അടുക്കളയിൽ നിന്നാണ് ഞാൻ മീൻ കണ്ടിക്കുന്നത്. അപ്പോഴത്തേനും അവിടെ നിന്ന് മീൻ കണ്ടിക്കുമ്പോൾ എന്നും വന്ന് മീനാറ്റം, എന്തിനും അടുക്കളയിൽ വെച്ച് കണ്ടിക്കുന്നു, പുറത്ത് കൊണ്ടുപോയി കണ്ടിച്ചുകൂടെ, അങ്ങനെ കുറേ സംസാരങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ വീടിന് പുറത്ത് ഇരുത്തി കയ്യിൽ വെച്ച് മീൻ കണ്ടിക്കണം. അത് ന്യായമായ ഒരു ആവശ്യമാണ്. അല്ലാതെ വേറെ ഇങ്ങനെ ഇതിന്റെ പുറത്ത് വെച്ച് അങ്ങനെ ഒന്നും പറ്റില്ല. വീടിന്റെ പുറത്ത് ഇരുന്ന് തന്നെ കണ്ടിക്കണം. വീടിന്റെ പുറത്ത് ഇരുന്ന് കൈക്ക് വെച്ച് കണ്ടിക്കണം. വേണമെങ്കിൽ കുറച്ച് പൂച്ചേനെ വിടാം. പൂച്ച വരുമ്പോ പൂച്ച ഓടിക്കണം. ഓക്കെ, സന്തോഷമായോ? ഇതൊക്കെ സന്തോഷമുള്ള ആണുങ്ങളെ സംബന്ധിച്ച് മീൻ കണ്ടിക്കുക. ചേച്ചി, അപ്പൊ മീനും കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലോ. എന്ത് മീനാ വാങ്ങിച്ചേക്കണേ? ചൂരമീൻ. ഓ, അത് വലിയ കേര വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഭയങ്കര പരുത്ത് കിട്ടിയില്ല. അതാകുമ്പോ കയ്യിൽ പിടിക്കാൻ കിട്ടൂല. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയതിനെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ മീനൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽപ്പുണ്ട്. ചേട്ടാ, സന്തോഷമായോ? പിന്നെ മീൻ കുറച്ച് ചെറുതായി പോയോ എന്നുള്ളതാണ് എന്റെ ഒരു പേടി. എന്റെ വീട്ടിൽ ഇന്ന് നെത്തോലിയായിരുന്നു. എവിടെ നിന്ന് ഒപ്പിച്ചെന്നാണ് ഞാൻ എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ചേട്ടന് കുറച്ചുകൂടി ഈസി ആവുമല്ലോ. പിന്നെ നെത്തോലിനേക്കാൾ എളുപ്പം ഇതല്ലേ? ഇത് എളുപ്പമുള്ള പണിയല്ലേ ഇത്? ചേച്ചി പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞായിരുന്നേ, കറിക്ക് വേണ്ടി അരിയാനുള്ള പാകത്തിന് സെറ്റ് ആക്കി കൊടുക്കണമെന്ന്. ഓക്കെ, കറിക്ക് അറിയാവുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഞാനിത് അരിഞ്ഞു കൊടുക്കും, അത് കണക്കാക്കി കറി വെച്ചോളാം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ചടങ്ങിലേക്ക് കിടക്കല്ലേ നമുക്ക്? തീർച്ചയായും. ഓക്കെ ചേട്ടാ, അത്രയും കൊള്ളും.
അതെ ചേച്ചി അവിടെ നിന്ന് ഒരു സാധനം കമന്ററി പറയുന്നുണ്ട്. കയ്യില് ചേച്ചി പറഞ്ഞത് കയ്യിൽ പിടിച്ച് കട്ട് ചെയ്യണമെന്നാ. കൈ കണ്ടിച്ച് കളയാൻ പറ്റുമോ മീനിന് വരെ? ചേട്ടൻ ഇങ്ങനെ പൊതുവെ കുക്കിങ്ങിലൊക്കെ ഇടപെടാറുണ്ടോ വീട്ടില്? പിന്നെ ഞാൻ തന്നെ ഇവിടെ എല്ലാം ചെയ്യണം. അത് ശരി. ഓ അല്ല അത് അങ്ങനെ പോണം, ഒരു പ്രാവശ്യം അങ്ങനെ തറ വീഴണം. ഇവരുടെ ധാരണയെ ഇതൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറ്റുന്ന പണിയെന്നാണ് ഇവരുടെ ധാരണ. ഇതെല്ലാം അത് മാറ്റി കൊടുക്കണം. പിന്നെ നമ്മുടെ ഇവിടെ കുറെ പൂച്ചകളുണ്ട്, ചിലപ്പോൾ അവന്മാർ വരും. ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് റംബുട്ടാനുണ്ട്, ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്. ഇതൊക്കെ ചേട്ടൻ തന്നെ വളർത്തുന്നതാണോ? പിന്നെ അല്ല, ഇത് വളർത്തണം ഞാനല്ല, അവർ വളരണതാണ്. അല്ല ഇത് ചെറുതാക്കി ഇട്ട് കൊടുത്ത് കുട്ടിക്കാലം തൊട്ട് ഇതിനെ വളർത്തിയെടുക്കുന്നതാണോ? അതെ. അപ്പോഴേ ഈ വിരല് ഇതിനകത്ത് കണ്ടിച്ചിടുന്നോണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? ഇനി കമന്റ്സ്. ഇങ്ങനെയൊന്നും അല്ലടാ ഇത്. അതാണ് ചേച്ചി പറയുന്നത്. അതെ, ഈ സാധനം തറയിൽ വെച്ചാണെങ്കിൽ നമ്മളെ കൊണ്ട് കണ്ടിക്കാൻ പറ്റും. അത് പക്ഷെ നമ്മുടെ റൂളിന് അഗേൻസ്റ്റ് ആണ്. ഇല്ല, എനിക്കറിയാം. മക്കൾ എങ്ങനെയാണ്? അവനെയൊക്കെ ഈ കാര്യത്തിൽ എങ്ങനെയാണ്? അമ്മയെ സഹായിക്കാറൊക്കെ? അമ്മയെ രണ്ട് മക്കളും ഈ കാര്യത്തിൽ സഹായിക്കാറില്ല. രണ്ട് മക്കളെ നമ്മൾ ഇതിനോട്ട് ഇട്ടിട്ടില്ല. കാരണം മൂത്ത ആളിന് ഇതിനൊന്നുള്ള സമയം ഇല്ല, ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മൂത്തയാൾ വയ്യാതായി. പക്ഷേ ഈ കിടന്ന കിടപ്പിൽ തന്നെയാണ് അവൾ ഒരുപാട് നേട്ടങ്ങൾ അവൾ ഉണ്ടാക്കി. അവളൊരു ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ആ റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് റണ്ണറപ്പായി. ഒപ്പം തന്നെ അവർ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾ 10ൽ ഫുൾ A+ വാങ്ങി. പിന്നെ മ്യൂസിക് പഠിക്കുന്ന ആൾക്കാരൊക്കെ അറിയാം. കാരണം മ്യൂസിക് പഠിക്കുന്ന മക്കൾക്കൊക്കെ CCRT കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്. അതൊരു വലിയ കടമ്പയാണ്, അത് കിട്ടാൻ വലിയ പാടാണ്. എൻ്റെ മോൾ ഈ കിടന്ന കിടപ്പിൽ തന്നെ അത് CCRT സ്കോളർഷിപ്പ് കരസ്ഥമാക്കി, കേന്ദ്ര സർക്കാരിൻ്റെ ഫെലോഷിപ്പ് കരസ്ഥമാക്കി. പിന്നെ +2 നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് മ്യൂസിക് തിരഞ്ഞെടുത്ത് മ്യൂസിക് പഠിക്കണമെന്നാണ്. അതിന് നമ്മൾ അവളെ മ്യൂസിക് കോളേജിൽ ചേർത്ത്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള അത് ഒരുപാട് പേരൊക്കെ അതൊരു മാതൃകയാവേണ്ട ഒരു മോളാണ്. കാരണം ഈ ഒരു കിടപ്പിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയൊക്കെ അവൾ നേടുന്നത് മാതൃകയാവേണ്ട ഒരു കാര്യമാണ്. ഈ സംസാരിച്ചുകൊണ്ടിരുന്നോണ്ടായിരിക്കും മീൻ കട്ടിക്കണ ഒരു ശ്രദ്ധ അതിലോട്ട് പോയി. പിന്നെ ഇനി എന്നെ കുറ്റം പറഞ്ഞോ? ഞാൻ മിണ്ടല്ലോ, നിങ്ങൾ പണി തീർത്തിട്ട് എന്നെ വിളിച്ചാൽ മതി. സംസാരിച്ചില്ലെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് അത് കണ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം അവളെ വിളിച്ചിട്ടേ അവളുടെ ഇതിൻ്റെ ഓരോ സ്കെയിൽ എടുത്തുകൊണ്ടൊന്ന് അളവെല്ലാം കറക്റ്റാണെന്ന് നോക്കാൻ പറയണം. അവർ കണ്ടിക്കും കണക്കാണെന്ന് നോക്കാൻ പറയണം. ഇവർ മീൻ കട്ടിക്കണമെങ്കിൽ കത്രിക വേണം കയ്യിൽ, 10 വിരലിലും 10 ഉറ വേണം. ഇവരൊക്കെ കണ്ടിക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതിങ്ങനെ തന്നിട്ടേ കണ്ട നല്ല അലുവ കഷ്ണം കണക്കിരിക്കുകയാണ് മീൻ. ഇതൊന്നും നിങ്ങൾ ഇവിടെ കാണുന്ന കുടുംബിനികൾക്കൊന്നും ഇങ്ങനെ കണ്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചിക്ക് നല്ല സ്നേഹമുണ്ട് കേട്ടോ. അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കൈ നോക്ക് എന്നാണ് പറയണത്. പക്ഷെ അവളെ മനസ്സിൽ ഇത് കയ്യിൽ വെച്ച് കണ്ടിരുന്നതാണ്. അതാണ് പറയുന്നത് കൈ. ഈ ഒരു ടാസ്ക് ഇവരെ കൊടുത്താൽ അവരെ കൊണ്ടും പറ്റൂല. ഇനി നമ്മുടെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്. അപ്പോൾ ഈ അവരെ കൊടുക്കാനാണ് ഞാൻ ഈ തല കഷ്ണം മാറ്റി വെച്ചേക്കുന്നത്. ഈ തലയും ഈ വാലും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം പൂച്ചയ്ക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. ബാക്കി നിങ്ങൾ നോക്കി ഇത്രയും നല്ല സൈസ് അലുവ കഷ്ണം കണക്ക് ഇങ്ങനെ
കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ അത് അനുവദിച്ച് തരൂല, കുഴപ്പമില്ല. അപ്പം ഓക്കെ, പണി കഴിഞ്ഞാ? പിന്നെ നോക്ക് പണി ബാല് പൂച്ചയ്ക്കാണ്, കഷ്ണം മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. ശരി. അപ്പൊ എന്തായാലും ചേട്ടന്റെ ടാസ്ക് അതിഗംഭീരമായി തീർത്തിരിക്കുകയാണ്. ഇത് ചേച്ചി പറഞ്ഞ പോലെയാണോ, അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ, പിന്നെ കയ്യിൽ വെച്ചിട്ടാണോ അരിഞ്ഞേക്കുന്ന കുറെ ഡൗട്ട്സ് നമുക്ക് ഉണ്ടായിരിക്കും. അതെല്ലാം പറയാനായിട്ട് ചേച്ചി ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ചേച്ചിനെ വിളിക്കട്ടെ ഞാൻ? കൃത്യമായിട്ടുള്ള വിളിക്കണം. അവളെ വിളിച്ചത് അവള് കാണണോ ഇത്? ഓക്കെ ചേച്ചി വാ. അതെ, ഇതെന്ന് പറയുന്നത് ചൂര മീനാണ്. ഈ സാധനം കയ്യിൽ വെച്ച് കണ്ടിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ഒന്നാമത് വലിയ മീൻ, ചെറിയ നെത്തോലിയ ചാളയെ മത്തിയൊക്കെ ആണെങ്കിൽ ഇവർ കയ്യിൽ വെച്ച് നമ്മളെ കൊണ്ടും ഈസി ആയിട്ട് കിട്ടിക്കിട്ടാൻ പറഞ്ഞ് കണ്ടിച്ച് കളയാൻ പറ്റും. ഇത് കയ്യിൽ വെച്ച് കണ്ടിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല, വലിയ ചൂരമീന് കൈവച്ച് തന്നെയാണ് ഞാൻ കണ്ടിക്കുന്നത്. കൈവച്ച് കണ്ടിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് താഴെ വേണം. ചുമ്മാ വെറുതെ. അല്ലെങ്കിൽ ഇവര് കത്രിക വാങ്ങും. ഇപ്പം മീൻ വെട്ടാൻ കത്രിക, കയ്യിൽ ഗ്ലൗ, 10 വിരലിൽ 10 രൂപ, പിന്നെ കയ്യിൽ ഗ്ലൗ. ക്രിക്കറ്റ് കളിക്കാർ വരും കിടക്കാണ് ഇവർ മീൻ ചെയ്യാൻ പറഞ്ഞത്. ചിലപ്പോൾ മുട്ടിൽ പേടൊക്കെ വെച്ച്, കാരണം മുട്ടുകുത്തിയിരിക്കേണ്ടത് വരുന്നത്. അപ്പം കുഴപ്പമില്ല, ഇത് നോക്കണം. ചേച്ചി അപ്പൊ മാർക്ക് ഇട്ടോളൂ നോക്കിയിട്ട്. എനിക്ക് അറിഞ്ഞൂടെ ഇതിന്റെ കറക്റ്റ് സൈസ് ഒന്നും. തലയും വാലും ഒന്നും കണ്ടിച്ചിട്ടില്ല. തലയും വാലും നമ്മളെ പൂച്ചയ്ക്ക് കൊടുക്കണ്ടേ? പിന്നെ പൂച്ചയ്ക്ക് ആരും കൊടുക്കും? നാളെ ഇനിയിപ്പോ 100 രൂപ ലാഭിച്ചില്ലേ? ഇന്നിപ്പോ ഇവര് വന്നോണ്ട് 100 രൂപ ലാഭിച്ചു. കുറച്ച് ശരിയായിട്ടുണ്ട്. ഹാപ്പിയാണോ ചേച്ചി? കുറച്ചൊക്കെ, അങ്ങനെ ഭയങ്കര ഹാപ്പി ഒന്നും അല്ല. എന്തായാലും ചേട്ടൻ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ചേട്ടൻ അപ്പൊ അതിഗംഭീരമായിട്ട് ഈ ടാസ്ക് തീർത്തത് കൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാലോ? തീർച്ചയായിട്ടും. ഓക്കെ, എന്താണ് ആ സെഗ്മെന്റ്? ഗെയിമാണ്. ഗെയിമിൽ വിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് തരാൻ പോകുന്നത്? നല്ലൊരു ട്രീറ്റ്. യെസ്, നമ്മുടെ എപ്പിസോഡിന്റെ സ്ഥിരം പ്രേക്ഷകയാണ് ചേച്ചി. ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. അപ്പൊ എന്തായാലും ഈ പറമ്പിൽ നിന്ന് നമുക്ക് നേരെ വീട്ടിനകത്തോട്ട് പോയാലോ ഗെയിം കളിക്കാൻ? ഓക്കെ, നമ്മുടെ ഗെയിമിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ചേച്ചി റെഡി അല്ലേ? റെഡിയാണ്. ചേട്ടൻ എന്തായാലും ആ ടാസ്ക് അതിഗംഭീരമായിട്ട് തീർത്തു. ഇനി ചേച്ചി ഇത് തീർത്ത് കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കണ്ടേ? ശ്രമിക്കാം. ഓക്കെ, അത് മതി, ശ്രമിച്ചാൽ മതി, ബാക്കി എന്തായാലും നടന്നോളും. അപ്പോൾ ഈ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ആദ്യമേ പറയാം. ഒരു ബോൾ അല്ലെങ്കിൽ വേണ്ട, ചേച്ചിക്ക് ഞാൻ എന്റെ വക ചെറിയൊരു ടാസ്ക് തരാം. ഓക്കെ, മനസ്സിലായോ? ഈ സാധനം ചേച്ചി ഹിന്ദി ടീച്ചറല്ല, അപ്പൊ ഹിന്ദിയിൽ എനിക്കൊന്ന് പറഞ്ഞു തരും. എനിക്കൊന്ന് പഠിക്കാനാണ്, ഹിന്ദിയിലെ ചാനലുകളിലൊക്കെ ആങ്കറിംഗ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ. ഇതൊന്ന് പറഞ്ഞു തരും, ഇത് എങ്ങനെ ഇതിനകത്ത് വീഴുന്നത് ഹിന്ദിയിൽ ഒരു ആങ്കറിംഗ് പോലെ. यह गेंद इस थाली में फेंकना पहले, उधर से इधर और इधर से इस बोतल पर. പഹൂഞ്ച് ഒന്നുമില്ല, വീഴുക എന്നുള്ളതിന് എന്താ പറയാ? ഡാൽന മത്ത്. ഓക്കെ, ശരി. എന്തായാലും ഇത് വെച്ചിട്ട് എനിക്ക് ഒന്നും നടപടിയാവുന്ന തോന്നുന്നുള്ള മലയാളം തന്നെ എന്റെ പ്രോപ്പർ അല്ല. പോട്ടെ. അപ്പൊ ഇപ്പൊ ഏതായാലും ചേച്ചിക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതിന്റെ പുറമെ ഞാൻ വേറൊരു സാധനം കൂടെ പറഞ്ഞുതരാം. അതായത് ചേച്ചിക്ക് 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. ഈ 1 മിനിറ്റിനുള്ളിൽ 3 ബോൾസ് ഇങ്ങനെ ഇതില് ഡാൽനം. ഓക്കെ, ഡാലൂലേ? ഡാലാം. ഓക്കെ, ശരി. അപ്പൊ ചേച്ചി ഇത് പിടിച്ചോളൂ ഐശ്വര്യമായിട്ട്. ഓക്കെ, സോ 1 മിനിറ്റ് ആണ് ചേച്ചിയുടെ സമയം. അതിനു മുമ്പ് ചേച്ചി കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുക. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. എന്നെ എറിഞ്ഞിടൂ. ഓക്കെ, 8 സെക്കൻഡിൽ ആദ്യത്തെ ബോൾ വീഴ്ത്തി. രണ്ടാമത്തേത് വീഴാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, 18 സെക്കൻഡിൽ രണ്ടാമത്തെ 8, 18. അപ്പം മിക്കവാറും 28-ലായിരിക്കും അടുത്തത് വീഴുന്നത്, ഉറപ്പാണ്. ഓക്കെ, 28 സെക്കൻഡ് ആയിരിക്കുകയാണ്. 33-ാമത്തെ സെക്കൻഡിൽ അങ്ങനെ ചേച്ചി മതി, ധാരാളം. ചേച്ചി ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു. ഹാപ്പി ആയോ? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആദ്യത്തെ 8-ാമത്തെ സെക്കൻഡിൽ 1, 18-ാമത്തെ സെക്കൻഡിൽ 2, 31-ാമത്തെ സെക്കൻഡിൽ 3-ാമത്തെ ബോളും വീഴ്ത്തി. ഇത് എങ്ങനെ? ഇത് തന്നെയാണോ ശീലം? കിണറിലേക്ക് കല്ലെറിഞ്ഞ് പഠിക്കാറുണ്ടോ? ഇല്ല, ഞാൻ വിചാരിച്ചത് വീഴൂലെന്ന് ഉറപ്പിച്ചാണ് ഞാൻ എറിഞ്ഞത്. ഞങ്ങൾ സന്തോഷം, ആ ട്രീറ്റ് ഞങ്ങൾക്ക് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സാരമല്ല, എന്തായാലും ചേച്ചി സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്തു. ചേട്ടൻ സക്സസ്ഫുള്ളി ആ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനി ട്രീറ്റ് കഴിക്കേണ്ട ചടങ്ങിലേക്ക് കടക്കണ്ടേ? പിന്നെ വേണം. അതിന് നമ്മൾ ചേട്ടനെയും കൂടെ ഇങ്ങോട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, യെസ് ചേട്ടാ, ഹാപ്പി ആയോ? പിന്നെ വളരെ ഹാപ്പിയാണ് ഉള്ള കാര്യത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? അവിടെ നിന്ന് നോക്കുന്നു, ശ്രദ്ധിക്കണം, കണ്ടായിരുന്നു? പേടി ഉണ്ടായിരുന്നത്? വീഴ്ത്തോ? ഇല്ല, ഇങ്ങനെ
ഈ കുഴിയിലാക്കുന്ന പരിപാടി അവള് നമുക്ക് ഉറപ്പാണ്, അവള് വീഴ്ത്തുമെന്ന് നമുക്കറിയാമായിരുന്നു. അറിയാമത്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടനും ചേച്ചിക്കും ഫാമിലിക്കും കൂടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നെല്ലനാട് റെസ്റ്റോറന്റ് വെഞ്ഞാറമൂടിലേക്കാണ്. ഓക്കെ, ഹാപ്പി? ഹാപ്പി, സന്തോഷം. യെസ്. അപ്പൊ അത് മാത്രമല്ല, അതിന്റെ കൂട്ടത്തിന് വേറെയും ഒരുപാട് ഗിഫ്റ്റ്സ് ഞങ്ങളോട് കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആളറിയുന്ന പുട്ട്. മോസ്റ്റ് കൺസ്യൂമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്കിന്റെ നല്ലൊരു അടിപൊളി പുഡിംഗ് കേക്ക്. വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റൂക്ക അതിഥിയുടെ ബേക്കറി പ്രൊഡക്ട്സുകൾ തന്നെ വിശ്വസനീയം. റൂക്ക അതിഥിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. ഹാപ്പി ആയോ? ഹാപ്പി, വളരെ ഇനി ഇത് മാത്രമല്ല, ഒരു മെയിൻ ഗിഫ്റ്റ് കൂടെ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അറിയാലോ, നമുക്കറിയാം. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ അങ്ങോട്ടൊരു ട്രീറ്റ് തരുമ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു ട്രീറ്റ് തരണ്ടേ? എന്താണ് വേണ്ടത്? നമ്മൾ റെഡിയാണ്. ഓക്കെ, ഇതൊരു കലാകുടുംബമാണ്. ഇവിടെ ഒരുപാട് പാട്ട് പാടുന്നവരാണ്, നമുക്കറിയാം. അപ്പോ മൂത്ത ആളുടെ പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇളയാളുടെ പാട്ട് അധികം കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഇളയാളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാവോ? ചേട്ടന്റെ ഉത്തരവാദിത്വം. തീർച്ചയായും, അവള് 4 പേര് പാടുമായിരിക്കും ഇല്ലേ? പാടും. ഓക്കെ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ താരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയ താരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷത്തോട് കൂട്ടിയിട്ട് നമുക്ക് നേരെ വിട്ടാലോ? പിന്നെ തീർച്ചയായും. ശരി, അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. ഇതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ട്രീറ്റ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഈ മെയിലൈഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. നല്ലൊരു ട്രീറ്റും കൊടുക്കാം, ഒപ്പം ചെറിയൊരു പണിയും കൊടുക്കാം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ, ഐ മീൻ സൈനിങ് ഓഫ്.